യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദി ലോർഡ്. ഷേമ ഇസ്രായേലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ സഹനദാസനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്: നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നാം ചെയ്തു കൂട്ടിയ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾക്ക് വേണ്ടിയാ ക്രിസ്തു പീഡകൾ സഹിച്ചത്. എന്നിട്ടും ഇന്നും എത്ര സ്നേഹത്തോടെയാ ക്രിസ്തു നമ്മളെ ചേർത്ത് നിർത്തുക. പക്ഷേ പാപികളെ സ്നേഹിക്കുന്നവൻ പാപങ്ങളെ വെറുക്കുന്നവൻ കൂടിയാ. ദൈവം വെറുക്കുന്ന പാപങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവണം. ഈ മേഖലകളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ് കാരിസ്ബോയിൻ ഡയറക്ടർ ഫാദർ കുര്യൻ കാരിക്കൽ. എൻ്റെ ദൈവം എന്നോട് പറയുന്നത് തുറന്ന മനസ്സോടെ കേൾക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവവചനം ശ്രവിക്കാം. പ്രൈസ് ലോർഡ്. ഈ വചന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ചിന്തിക്കുന്നത് കർത്താവ് വെറുക്കുന്ന 3 പാപങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഗൗരവപൂർവം കാണേണ്ട 3 പാപങ്ങൾ. അതിലൊന്ന് ദൈവദൂഷണം, രണ്ടാമത്തേത് പരദൂഷണം, മൂന്നാമത്തെ കാര്യം പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ആഴമായ ഒരു അറിവ് ലഭിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി കർത്താവെ, അങ്ങയുടെ വചനം പങ്കുവയ്ക്കുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഞങ്ങൾ വചനം ശ്രവിക്കുവാനും മനസ്സിലാക്കുവാനും ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാനും ആ വചനത്തിന് ഞങ്ങളുടെ ജീവിതം കൊണ്ട് പ്രത്യുത്തരം നൽകുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ വചനം കേൾക്കുമ്പോൾ ദൈവിക ജ്ഞാനം സമ്പാദിക്കുവാനും ആശ്വാസം, സമാധാനം, സൗഖ്യം, മറ്റു ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ലഭിക്കുവാൻ അവിടെ നിറവേരുത്തണമേ. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മളിന്ന് ചിന്തിക്കുന്നത് ഗൗരവപൂർവ്വം നമ്മളെടുക്കേണ്ട 3 പാപങ്ങളെക്കുറിച്ചാണ്. ഗൗരവപൂർവ്വം നമ്മളെടുത്താൽ ഈ പാപങ്ങൾ, ഈ 3 പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനവും 23-ഉം 24-ഉം വചനങ്ങളും വായിച്ചാൽ ഒരേ സന്ദേശം കർത്താവ് അവിടെ നമുക്ക് നൽകുന്നത് കാണാൻ പറ്റും. 15-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കും. വീണ്ടും 14-ാം അധ്യായത്തിൽ തന്നെ 23-ഉം 24-ഉം വചനങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുകയാണ്:
നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ വചനം നിങ്ങൾ പാലിക്കും. 24-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുകയാണ്, എൻ്റെ വചനം നിങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരല്ല. ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലത്തിൽ നിന്ന് അറിയുന്നത് പോലെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ അല്ലയോ എന്നറിയാൻ ഒരു ടെസ്റ്റാണിത്. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ പാലിക്കും. ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നില്ല എങ്കിൽ ആ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നില്ല എന്നതിൻ്റെ അടയാളമാണ്. എന്താണ് യഥാർത്ഥത്തിൽ വചനം പാലിക്കുക എന്ന് പറഞ്ഞാൽ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിന് വലിയ അർത്ഥമുണ്ട്. വചനം നന്മയായി എടുത്തു കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കണം. അങ്ങനെയുള്ളവരാണ് വചനം പാലിക്കുന്നവർ. ദൈവത്തിൻ്റെ വചനം തിന്മയായി അല്ലെങ്കിൽ ചീത്തയായിട്ട് എടുത്തു കാണിച്ചിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ വെറുക്കണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ വചനം പാലിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു, അങ്ങനെ പറഞ്ഞു നടക്കുന്നത് കൊണ്ട് നമ്മൾ സ്നേഹിക്കുന്നവരാകില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ വചനം പാലിക്കണം, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കണം. ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഇന്ന് വളരെ സീരിയസ് ആയിട്ട് ഗൗരവപൂർവ്വം നമ്മൾ എടുക്കേണ്ട 3 പാപങ്ങളെക്കുറിച്ച് വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ദൈവദൂഷണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൈവദൂഷണം 2-3 രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. ഒന്നാമത്തെ കാര്യം ദൈവത്തെ നിഷേധിക്കൽ. സങ്കീർത്തനം 14 ഒന്നാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവമില്ല എന്ന് ആരാണ് പറയുക? മൂഢൻ തൻ്റെ ഹൃദയത്തിൽ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എ ഫൂളിഷ് മാൻ, അവനാണ് പറയുക ദൈവമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവനിഷേധം, ദൈവമില്ല, അങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ ഭാഷനായിട്ട് കരുതുന്ന വ്യക്തികളെ കാണാൻ പറ്റും. പക്ഷെ വചനം പറയുകയാണ്, ദൈവമില്ലെന്ന് പറയുന്നവർ വിഡ്ഢികളാണ്, മൂഢനാണ് പറയുക ദൈവമില്ല. ഞാൻ ചില നിരീശ്വരവാദികളുടെ ജീവിതം മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാ പ്രായത്തിലും പെട്ട വ്യക്തികളെ കാണാൻ സാധിക്കും നിരീശ്വരവാദത്തിൽ കഴിയുന്നവർ. ഒരിക്കലും ഒരു സഹോദരനെ വീട്ടുകാർ കൊണ്ടുവന്ന അദ്ദേഹം തന്നെ അവസാനം ഏറ്റുപറഞ്ഞൊരു കാര്യം, എനിക്കൊരു ആശ്വാസം വേണം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ അല്പം സമാധാനം വേണം, ഇനി ദൈവത്തിന് തരാൻ പറ്റുമെങ്കിൽ ദൈവത്തെ അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അതുപോലെ ശാരീരികമായ രോഗങ്ങൾ, വേദനകൾ, അസ്വസ്ഥതകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ആ സാഹചര്യത്തിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞതാണ്, എനിക്ക് അല്പം ആശ്വാസം ദൈവത്തിന് തരാൻ പറ്റുമെങ്കിൽ ആ ദൈവത്തെ അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. കുറേ പുസ്തകങ്ങൾ വായിച്ചും തെറ്റായ കുറേ കൂട്ടുകെട്ടുകളിലൂടെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു കാര്യമാണ് നിരീശ്വരവാദം. ഇതൊക്കെ പ്രചരിപ്പിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. ഇതെല്ലാം പറഞ്ഞു പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും. അതിലൂടെയെല്ലാം കടന്നുപോയി അവസാനം ഒരു വല്ലാത്ത പരിതാപകരമായ ഒരവസ്ഥയിലെത്തിയ സഹോദരനായിട്ട് ആ സഹോദരനെ എനിക്ക് കാണാൻ പറ്റി. പ്രിയപ്പെട്ടവരെ, മറുവശത്ത് നമുക്ക് കാണാൻ സാധിക്കും അതിഭയങ്കരമായ സഹനത്തിലൂടെ, വേദനയിലൂടെ കടന്നു പോയിട്ടും പരാതിയില്ലാതെ, പരിഭവമില്ലാതെ, ആരെയും കുറ്റപ്പെടുത്താതെ അതെല്ലാം സന്തോഷത്തോടെ ഏറ്റെടുത്ത വ്യക്തികൾ. അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായത്തിലൂടെ കടന്നു പോയാൽ സ്തേഫാനോസിനെ കുറിച്ച് ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ആളുകൾ അവൻ്റെ ചുറ്റും നിന്ന്, അവൻ നിരപരാധിയായിരുന്നെങ്കിലും അവനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന രംഗം. പ്രിയപ്പെട്ടവരെ, അത്രയും വേദനാജനകമായ ഒരവസ്ഥയിലൂടെ കടന്നു പോയപ്പോഴും അവന് തന്നെ പീഡിപ്പിച്ചവരോട്
ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മരണനിദ്ര അടയാൻ അവന് സാധിച്ചു. മാത്രമല്ല, ആ സഹനവേളയിൽ അവൻ മുകളിലേക്ക് നോക്കി. എന്ന് പറഞ്ഞാൽ അവന് പ്രാർത്ഥിക്കാൻ സാധിച്ചു. സഹനം അവൻ്റെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തിയില്ല. അതിനുള്ള കാരണം നമുക്കറിയാം, അവൻ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചു. ഈ സാഹചര്യത്തിലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും വരുന്നില്ല. ആ ഈശ്വരവിശ്വാസം, ദൈവവിശ്വാസം, ദൈവത്തിലുള്ള ആശ്രയത്വം, അതാണ് ഇപ്രകാരം ചിന്തിക്കുവാനും പെരുമാറുവാനും അവനെ സഹായിച്ചത്. എന്താണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് നമുക്കറിയാം. മുകളിലേക്ക് നോക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടെ അവൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവമഹത്വം വെളിപ്പെടുന്നതും അവന് കാണാൻ സാധിച്ചു. ഇതാണ് ദൈവാശ്രയത്വത്തിൽ കഴിയുന്ന, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് കഴിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം. ആ നിരീശ്വരവാദിയുടെ കാര്യവും സ്തേഫാനോസിൻ്റെ കാര്യവും നോക്കിയാൽ രണ്ടുപേരും മനുഷ്യരാണ്. വേദനയിൽ വേദനിക്കുന്നവരാണ്. ശാരീരികമായിട്ടുള്ള തളർച്ചയിൽ അസ്വസ്ഥത ഉണ്ടാകാവുന്നവരാണ്. നിരീശ്വരവാദിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. എന്നാൽ കർത്താവിൽ ആശ്രയം വെച്ച, കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിച്ച സ്തേഫാനോസിന് ആ സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ സാധിച്ചു. സ്വർഗീയ മഹത്വം ദർശിക്കാൻ സാധിച്ചു. അവൻ്റെ പ്രാർത്ഥന തുടരാൻ പറ്റി. ദൈവവിശ്വാസത്തിലും പ്രാർത്ഥനയിലും മരണനിദ്ര പ്രാപിച്ചവനാണത്. പ്രിയപ്പെട്ടവരെ, ജോബിൻ്റെ പുസ്തകം വായിച്ചാലും ഏതാണ്ട് ഇതിന് തുല്യമായ രംഗങ്ങൾ കാണാൻ സാധിക്കും. വലിയ സഹനത്തിലൂടെ കടന്നുപോയപ്പോഴും വലിയ നഷ്ടങ്ങൾ സംഭവിച്ചപ്പോഴും തൻ്റെ ഭാര്യ പോലും തന്നെ മനസ്സിലാക്കാതെ തനിക്കെതിരായി സംസാരിച്ചപ്പോഴും അദ്ദേഹത്തിന് പറയാൻ സാധിച്ചു, ദൈവം തന്നത് ദൈവം എടുക്കുമ്പോഴും ദൈവനാമം മഹത്വപ്പെടുത്താൻ പറ്റണം. ദൈവം എടുത്ത കാര്യം പോലും നല്ല രീതിയിൽ എടുക്കാൻ സാധിച്ച ഒരു വ്യക്തിയാണ് ജോബ്. അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. കർത്താവ് സന്തോഷമുള്ള കാര്യങ്ങൾ അനുവദിക്കുമ്പോൾ അതെടുക്കുന്നത് പോലെ വേദന നിറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എടുക്കേണ്ടയോ? ജോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനത്തിൻ്റെ കാതലായ സന്ദേശം അതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം പറയുകയാണ്, സംസാരത്തിൽ പോലും ഒരു തെറ്റ് വരുത്താതിരിക്കാൻ ജോബ് പ്രത്യേകം ശ്രദ്ധിച്ചു. കാരണം ദൈവത്തിൽ അവനുണ്ടായിരുന്ന വിശ്വാസം. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് ഈ ദൈവദൂഷണം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 2 ദിനവൃത്താന്തം 15-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ദൈവത്തെ അന്വേഷിക്കാതിരിക്കുന്നവർ വധിക്കപ്പെടണം. ദൈവത്തെ അന്വേഷിക്കാതിരിക്കുന്നതും മാരകമായൊരു പാപമായിട്ട് ദൈവത്തിൻ്റെ വചനം എടുത്തു കാണിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. മറ്റൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. 2 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ആസാ രാജാവ് ഒരു കാലത്ത് ദൈവത്തോട് ചേർന്ന് നിന്ന് യുദ്ധങ്ങളിൽ വിജയിച്ചവൻ. പ്രിയപ്പെട്ടവരെ, സേറാ രാജാവ് വലിയ ജനക്കൂട്ടവുമായി പടയാളികളുമായിട്ട് വന്ന സമയത്തും ദൈവത്തോട് പ്രാർത്ഥിച്ച് അത്ഭുതകരമായിട്ട് യുദ്ധത്തിൽ വിജയിച്ചവരാണ് ആസാ രാജാവ്. പക്ഷേ ഈ 16-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ആസാ ദൈവത്തെ അന്വേഷിക്കാനും ദൈവത്തിൻ്റെ സഹായം തേടാനും വിസമ്മതിച്ചു. പലരും അവൻ്റെ കൂടെ നിന്നവർ പറഞ്ഞു, നിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും, നീ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ നിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അങ്ങനെ നിർദ്ദേശം കിട്ടിയിട്ട് പോലും അവനത് ചെയ്യാതിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജീവിത പ്രശ്നങ്ങൾ വന്നിട്ടും പല വ്യക്തികൾ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, നിങ്ങൾ ദൈവത്തിങ്കിലേക്കൊന്ന് തിരിഞ്ഞ് ഒരു കുമ്പസാരം നടത്തിക്കേ, ദൈവത്തോടൊന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചേ, ഇങ്ങനെയെല്ലാം ഉപദേശിച്ചാലും അത് സ്വീകരിക്കാതിരിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. അങ്ങനെയുള്ളവരും ഗൗരവമുള്ള ഈ പാപത്തിലാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ദൈവദൂഷണം പ്രകടമാകുന്ന ഒരു രീതി.
ദൈവത്തെ വെല്ലുവിളിക്കുന്നതും ദൈവജനത്തെ പുച്ഛിക്കുന്നതും ഗൗരവമുള്ളൊരു പാപമായിട്ട് വചനം എടുത്തു കാണിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതാണ് ദൈവദൂഷണം. ദൈവദൂഷണമെന്ന് ആ മാരകമായിട്ടുള്ള പാപം 2 ദിനവൃത്താന്തം 32-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ സെന്നക്കെരിബ് ദൈവദൂഷണം നടത്തി. അത് എപ്രകാരമായിരുന്നു എന്ന് ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവൻ ദൈവത്തെ വെല്ലുവിളിച്ചു. അവൻ ദൈവജനത്തിന് കൊടുത്ത നിർദ്ദേശം, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ വിഡ്ഢികളാകും, അതിനു പകരം എൻ്റെ അടിമകളാകാൻ തയ്യാറായാൽ നിങ്ങൾക്ക് വീണ്ടും ജീവിക്കാൻ പറ്റും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ദൈവം ദൈവം എന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങൾ അവസാനം മണ്ടന്മാരാകും, വിഡ്ഢികളാകും. അതിന് കാരണം പറഞ്ഞത്, ഇന്ന് വരെ ഒരു ദൈവവും എൻ്റെ കയ്യിൽ നിന്നും ആരെയും രക്ഷിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിലും വ്യത്യസ്തമായ ഒരു റിസൾട്ട് പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ സംസാരിച്ച് ദൈവത്തെ വെല്ലുവിളിച്ച ഒരു വ്യക്തിയാണ് സെന്നക്കെരിബ്. വീണ്ടും നിങ്ങൾ 2 മക്കബായർ 15-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ കാണാൻ സാധിക്കും നിക്കാനോർ അദ്ദേഹം ചെയ്തൊരു കാര്യം, ദൈവദൂഷണം പറഞ്ഞു. അതുകൊണ്ട് തന്നെ യൂദാസും അനുചരന്മാരും പിന്നീട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും, ഇവരെ കീഴ്പ്പെടുത്താനുള്ള വലിയ ശക്തി യൂദാസും അനുചരന്മാരും ഒരു ചെറിയ ഗ്രൂപ്പായിരുന്നിട്ടും അവർക്കെതിരെ വന്ന് വലിയ ഗ്രൂപ്പിനെ പരാജയപ്പെടുത്താൻ ദൈവം അവരെ സഹായിച്ചു. അതിന് കാരണം യൂദാസും അനുചരന്മാരും ദൈവത്തിൽ ആശ്രയിച്ചു. നിക്കനോറും കൂടെ ഉണ്ടായിരുന്നവരും ദൈവദൂഷണം പറഞ്ഞു. റിസൾട്ട് എന്തായിരുന്നുവെന്ന് ഈ അധ്യായം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നവരുടെ കൂടെ നിന്ന് ദൈവം യുദ്ധം ചെയ്തു. അതുകൊണ്ടാണ് ആ യുദ്ധത്തിൽ യൂദാസും അനുചരന്മാരും വിജയിച്ചത്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വചനഭാഗം നമ്മൾ എടുക്കുകയാണെങ്കിൽ സെഫാനിയായുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, മൊവാബിയർ, അമ്മോന്യർ എന്നീ ഗ്രൂപ്പുകൾ ദൈവജനത്തിനെതിരെ സംസാരിക്കുന്ന ഒരു രംഗം. അവരെ പരിഹസിച്ച് സംസാരിച്ചു. അതുപോലെ തന്നെ അവർക്കെതിരെ അധിക്ഷേപ വാക്കുകൾ അവർ ഉച്ചരിച്ചു. അതിൻ്റെ ഫലമായിട്ട് ദൈവം പറഞ്ഞ ഒരു കാര്യം, ഞാൻ അവർക്കെതിരെ പ്രവർത്തിക്കും, അവരുടെ ദേശം നിത്യശൂന്യതയുടെ ദേശമായി മാറും എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത പരഗതിയും ഒരു ഗതിയുമില്ലാത്ത ആ ഒരവസ്ഥയിലേക്ക് അവർ ഉയർത്തപ്പെടും. ഇന്ന് ദൈവത്തെയും ദൈവജനത്തെയും പരിഹസിക്കുകയും നിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന വ്യക്തികളെ പോലും നമ്മൾ കണ്ടെന്നു വരും. ഇങ്ങനത്തെ പരിതാപകരമായ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദൈവദൂഷണം ഒഴിവാക്കി ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, 2ാമത്തെ ഗൗരവമുള്ള പാപമായിട്ട് നമ്മൾ കാണേണ്ട പാപമാണ് പരദൂഷണം. ഈ പരദൂഷണം എന്ന് പറയുന്നത് വളരെ സബ്സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു പാപമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രഭാഷകൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 13 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, പരദൂഷകരും ഏഷണിക്കാരും ശപിക്കപ്പെട്ടവരാണ്. പരദൂഷകരും ഏഷണിക്കാരും ശപിക്കപ്പെട്ടവർ. നമ്മുടെ സംസാരത്തിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. പ്രഭാഷകൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനം പറയുന്നത് എന്താണ്? കാൽ തെറ്റി വീഴുന്നതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ് സംസാരത്തിൽ പിഴവ് വരുന്നത്. വീണ്ടും നിങ്ങൾ പ്രഭാഷകൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു 3 വചനഭാഗങ്ങൾ എടുത്താൽ മതി. 7-ാമത്തെ വചനം പറയുകയാണ്, കേൾക്കുന്നതെല്ലാം
നിങ്ങൾ പറഞ്ഞു നടക്കരുത്. 10-ാമത്തെ വചനം പറയാണ്, രഹസ്യം കേട്ടത് നിന്നോടൊത്ത് മരിക്കണം. 15-ാമത്തെ വചനം കൂടി വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കരുത്, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്, കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കരുത്, രഹസ്യം പരസ്യമാക്കരുത്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒത്തിരി പാപം ഒഴിവാക്കാൻ സാധിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 3-ാമത്തെ ഗൗരവമുള്ള പാപമാണ് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം. അതെന്താണെന്ന് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. സത്യം നിഷേധിക്കുന്നതാണ് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം. കർത്താവ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യപുത്രനെതിരായിട്ട് നിങ്ങൾ സംസാരിച്ചാൽ പോലും അത് ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം, സത്യം അറിഞ്ഞിട്ട് ആ സത്യം അംഗീകരിക്കാതെ സത്യം നിഷേധിക്കുന്ന അവസ്ഥ, അതാണ് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം. പ്രിയപ്പെട്ടവരെ, ഇവ 3 ഗൗരവമുള്ള പാപങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവ നമ്മളിലേക്കോ നമ്മുടെ കുടുംബത്തിലേക്കോ കടന്നു വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വിഷയം വിശുദ്ധ കുർബാനയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലും വിശുദ്ധീകരണം നടക്കാൻ, ഈ പാപത്തിൻ്റെ മേഖലകളിൽ നിന്ന് വിടുതൽ കിട്ടുവാൻ നമുക്കിപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആരാധന 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 എൻ ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ, എന്നാത്മാവിൻ സായുജ്യമേ, എൻ ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ, എന്നാത്മാവിൻ സായുജ്യമേ, ഒരു നാളിലും തിരിയാത്ത എൻ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ആരാധന ഗീതം പാടാം, ആ തിരുനാമത്തെ വാഴ്ത്താം, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേകാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിച്ചൊരു കാര്യമാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം. വചനം പ്രത്യേകമായിട്ട് എടുത്തു കാണിച്ചിരിക്കുന്ന ചില പാപങ്ങൾ, കർത്താവ് വെറുക്കുന്ന പാപങ്ങളായി വചനം എടുത്തു കാണിച്ചിരിക്കുന്ന ചില പാപങ്ങൾ, അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ദൈവദൂഷണം, പരദൂഷണം, പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ പാപങ്ങളിലേക്ക് നമുക്കോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ നിബന്ധിക്കാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അനുദപിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കാരുണ്യം യാചിക്കാനുള്ള ഒരു സമയമാണ്. നമ്മൾ അനുതാപ കണ്ണീര് പൊടിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം സൗഖ്യമായി, അഭിഷേകമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ കണ്ണുകളെ നമുക്കൊന്ന് ഉയർത്താം. അനുതാപത്തിൻ്റെ കൃപ, പശ്ചാത്താപത്തിൻ്റെ കൃപ, അതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 17-ാം അധ്യായം 24 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ കർത്താവ് അവസരം നൽകും. മ്ലേച്ഛതകളെ കഠിനമായി വെറുക്കുന്നവർക്ക് കർത്താവ് അനുഗ്രഹങ്ങൾ വർഷിക്കും. നമുക്ക് ആ വിശ്വാസത്തോടെ അനുദപിക്കാം, പശ്ചാത്തപിക്കാം, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥനിലേക്ക് നോക്കുമ്പോൾ
നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ, നമ്മുടെ കുടുംബത്തിൽ വന്നുപോയ, കുടുംബാംഗങ്ങൾക്ക് സംഭവിച്ച പാപങ്ങൾ, വീഴ്ചകൾ അതെല്ലാം ഓർത്ത് കർത്താവിൻ്റെ കാരുണ്യം യാചിച്ചുകൊണ്ട് ഒരു നിമിഷം കരങ്ങൾ ദിവ്യകാരുണ്യത്തിലേക്ക് ഉയർത്തി നമ്മുടെ എല്ലാ ചിന്തകളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് കർത്താവിനോട് നമുക്കിപ്പോൾ നിലവിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കാരുണ്യം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അറിഞ്ഞും അറിയാതെ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങള്, കർത്താവേ, അങ്ങ് വെറുക്കുന്ന പാപങ്ങള് ഞങ്ങൾ ചെയ്യുവാനിട വന്നു. അതിനെല്ലാം മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ആ പാപം മൂലം ഞങ്ങൾ രോഗാവസ്ഥയിലേക്ക്, കർത്താവേ, ദുരിതത്തിലേക്ക് വീഴുവാൻ ഇടവന്നെങ്കിൽ അവിടെ നിന്നെല്ലാം ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. കർത്താവിലേക്ക് നമ്മൾ ഉയർത്തിയ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ കാരുണ്യം നമ്മളിലേക്ക് ഒഴുകി നിറയട്ടെ. പ്രിയപ്പെട്ടവരെ, 56-ാമത്തെ സങ്കീർത്തനം 8-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മൾ ഒഴുക്കുന്ന കണ്ണുനീർ കുപ്പിയിൽ ശേഖരിക്കുന്നവനാണ് ദൈവം. യെശയ്യായുടെ പുസ്തകം 25-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മുടെ കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റുന്നവനാണ് ദൈവം. ആ ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മുടെ എല്ലാ വേദനകളും, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്കിപ്പോൾ സമർപ്പിക്കാം. വിശ്വാസത്തോടെ കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ വേദനകൾ കർത്താവ് എടുത്തു മാറ്റും. കണ്ണുനീര് കർത്താവ് തുടച്ചു മാറ്റും. രോഗങ്ങളെ കർത്താവ് നിർമ്മാർജ്ജനം ചെയ്യും. ആ ബോധ്യത്തോടെ പ്രാർത്ഥിക്കുക. വൈദികരായ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവ് അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടട്ടെ. ദിവ്യകാരുണ്യനാഥ, ഈ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗത്താൽ വലയുന്നവരുണ്ട് കർത്താവേ, ദുഃഖങ്ങളും ഭാരങ്ങളും വേദനകളുമായി വിഷമിക്കുന്ന മക്കളുണ്ട്. അവർക്കെല്ലാം അങ്ങ് ആശ്വാസമായി, സൗഖ്യമായി, അഭിഷേകമായി കടന്നു ചെല്ലണമേ. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാ കെട്ടുകളും അഴിച്ച് നിങ്ങൾക്ക് സൗഖ്യവും സമാധാനവും അഭിഷേകവും നൽകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ